വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഇന്നത്തെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിനായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത് പ്രകാരം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത് 6 ഡിസംബർ 1946-ലാണ്. അപ്പോൾ രണ്ടിടത്തും 6 ഉണ്ട്. 6 ഡിസംബർ 1946. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 9 ഡിസംബർ 1946-ലാണ്. 6 മറിച്ചിട്ട 9 ഡിസംബർ 1946 ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ. ആ മീറ്റിംഗിൽ 207 പേര് പങ്കെടുത്തു. അതിൽ 9 പേര് വനിതകളായിരുന്നു. ഈ മീറ്റിംഗ് ഫസ്റ്റ് അഡ്രസ്സ് ചെയ്തത് JB കൃപലാനിയാണ്, INC പ്രസിഡന്റ്. JB കൃപലാനി ഈ മീറ്റിംഗ് ഫസ്റ്റ് അഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് അഡ്രസ്സ് ചെയ്ത ആൾ വളരെ കൃപയോടുകൂടി അഡ്രസ്സ് ചെയ്തു. വളരെ കൃപയുള്ള ആളെയാണ് ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യാൻ ഏൽപ്പിച്ചത്. ടെമ്പററി ചെയർമാനായിട്ട് സെലക്ട് ചെയ്തത് സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തെ ടെമ്പററി ആയിട്ട് ചെയർമാനാക്കി. ഈ 9 ഡിസംബർ 1946 മീറ്റിംഗിന് ശേഷം അടുത്ത മീറ്റിംഗ് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടു. എന്നിട്ട് നെക്സ്റ്റ് ഡേ അപ്പോൾ 11 ഡിസംബർ 1946 രണ്ടാമത്തെ മീറ്റിംഗ് നടത്തി. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് ചെയർമാനായിട്ട് സെലക്ട് ചെയ്തു. 11 ഡിസംബർ 1946 രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് ചെയർമാനായി സെലക്ട് ചെയ്തു. അപ്പോൾ പ്രസാദിനെ പെർമനന്റ് ചെയർമാനാക്കിയത് രാജേന്ദ്ര പ്രസാദിനെയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ ആയത് BN റാവു. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതും BN റാവു ആണ്. വൈസ് പ്രസിഡന്റായിട്ട് സെലക്ട് ചെയ്തത് HC മുഖർജിയെയാണ്. ഇത് നമുക്ക് വൈസൻ പ്രസിഡന്റ് എന്ന് ഓർക്കാം. വൈസൻ പ്രസിഡന്റ് ആയത് HC മുഖർജി. മുഖം ചുളുങ്ങിയ, അപ്പം മുഖം വൈസ് പ്രസിഡന്റ്, മുഖം ചേർന്ന് വരുന്ന പേര് വൈസ് പ്രസിഡന്റ് HC മുഖർജി. 11 ഡിസംബർ 1946 മീറ്റിംഗിന് ശേഷം വീണ്ടും ഒരു ദിവസം ഗ്യാപ്പ്, മൂന്നാമത്തെ മീറ്റിംഗ് 13 ഡിസംബർ 1946. 13 ഡിസംബർ 1946 മീറ്റിംഗിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് പ്രിയാമ്പിൾ അഥവാ ആമുഖമായി മാറിയത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയത്തെയാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം അഥവാ പ്രിയാമ്പിളാക്കി മാറ്റിയത്. അപ്പോൾ ഈ പ്രിയാമ്പിൾ പരാമർശിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ഉണ്ട്, അത് പിന്നീട് ക്ലാസ്സിൽ പറയും. അടുത്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 389 ഫിക്സ് ചെയ്തിരുന്നു. ഈ 389 3 ടൈപ്പ് മെമ്പേഴ്സ് ഉണ്ട്. 292 പേര് ഗവർണർ പ്രൊവിൻസിൽ നിന്ന് എലക്ട് ചെയ്യപ്പെട്ടു. 4 പേര് ചീഫ് കമ്മീഷണർ പ്രൊവിൻസിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടു. ബാക്കി 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് വന്നവരാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ എലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ 292 4 296 പേരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ എലക്ട് ചെയ്തപ്പെട്ടവരുടെ എണ്ണം. ബാക്കി 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. ഈ 389 പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 389 എന്നുള്ളത് 299 കുറഞ്ഞു. ഇതിൽ 17 മലയാളികളുണ്ടായിരുന്നു, 17 സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ 17 സ്ത്രീകളിൽ 3 പേര് മലയാളികളാണ്. ആനി മസ്കിരിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇത് ഓർക്കാൻ, ആനി അമ്മുമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു. ആ കോഡ് ഓർത്താൽ ആനി മസ്കിരിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ഓപ്ഷനിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടും. ഈ 17 മലയാളികളിൽ 9 മദ്രാസിൽ നിന്നുള്ളവർ, 6 പേര് തിരുവിതാംകൂർ, ഒരാൾ കൊച്ചി, ഒരാൾ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു. കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരാൾ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൂറെന്ന് ഓർത്താൽ 6 പേര്, തിരുവിതാംകൂറിൽ നിന്ന് 6 പേര്, മിച്ചം 9 പേര് മദ്രാസിൽ നിന്ന്. അപ്പോൾ ടോട്ടൽ 17 പേര്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് അത് സൈൻ ചെയ്ത് വെച്ചത് 24 ജനുവരി 1950. അതിനു മുന്നേ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു.
അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ 1949 നവംബർ 26 അംഗീകരിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഓൺ 26 നവംബർ 1949. ഞാനിവിടെ പറഞ്ഞു ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ് ആണ് 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ്. അപ്പോൾ നെഹ്റു അവതരിപ്പിച്ച പ്രിയാമ്പിളിലെ ഡേറ്റ് 26 നവംബർ 1949. അപ്പോൾ നെഹ്റുവിൻ്റെ N നവംബറിലും ഉണ്ട് N. അപ്പം നെഹ്റു അവതരിപ്പിച്ച പ്രിയാമ്പിളിലുള്ള ഒരേ ഒരു ഡേറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത 26 നവംബർ 1949 എന്നുള്ള ഡേറ്റ്. പിന്നീട് അടുത്ത മീറ്റിങ്ങിൽ 24 ജനുവരി 1950 രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്ത് 2 ദിവസത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, റിപ്പബ്ലിക് ഡേ 26 ജനുവരി 1950 റിപ്പബ്ലിക് ഡേ. കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് 26 ജനുവരി 1950. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് 26 നവംബർ 1949. 26 നവംബർ 1949 അംഗീകരിച്ച സാധനം കെയിം ഇൻ ടു ഫോഴ്സ് ആവുന്നത് 26 ജനുവരി 1950. അപ്പോൾ നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് 395 ആർട്ടിക്കിള്, 8 ഷെഡ്യൂള്, 22 പാർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 400 സംതിങ് ആർട്ടിക്കിളുണ്ട്, ഡിഫൈൻ ആയിട്ടില്ല. 12 ഷെഡ്യൂള്, 25 പാർട്ട്. ഇപ്പം നോക്കിയേ, 1946 മുതൽ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 26 നിലവിൽ വന്നത്. അപ്പോൾ ഒരു 3 വർഷത്തോളം കാലം അത് എടുത്തു. അപ്പോൾ എത്ര നാളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിനെടുത്തത്? 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിനായിട്ട് എടുത്തത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയായി ആദ്യമായിട്ട് മീറ്റിംഗ് ചേർന്നപ്പോൾ അതിൽ സ്പീക്കറായിട്ട് സെലക്ട് ചെയ്തത് GB മാവുലങ്കാറിനെയാണ്. ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആരാണ്? GB മാവുലങ്കാർ. നമുക്ക് സ്പീക്കർ, ലൗഡ് സ്പീക്കർ എന്ന് ഓർക്കാം. അപ്പോൾ ഈ സ്പീക്കർ പണ്ട് കാലത്ത് ഈ ഉത്സവങ്ങൾക്കൊക്കെ മാവിലല്ലായിരുന്നു അത് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്പീക്കർ മാവിൽ വെച്ചിരുന്നു. അപ്പോൾ GB മാവുലങ്കാർ. ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർക്കാൻ GB മാവുലങ്കാർ. ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ക്ലാസ്. ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചത് 6 ഡിസംബർ 1946 ഫസ്റ്റ് മീറ്റിംഗ് 6 മറിച്ചിട്ട് 9 ഡിസംബർ 1946 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചാണ്. 207 പേർ പങ്കെടുത്തു. അതിൽ 9 വനിതകളായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഫസ്റ്റ് അഡ്രസ്സ് ചെയ്തത് JB കൃപലാനിയാണ്. ടെമ്പററി ചെയർമാനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പെർമനന്റ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ എലക്ട് ചെയ്തത് 11 ഡിസംബർ 1946. ലീഗൽ അഡ്വൈസറായത് BN റാവു ആണ്. വൈസ് പ്രസിഡന്റ് HC മുഖർജിയാണ്. 11-ാം തീയതിയിലെ മീറ്റിങ്ങിന് ശേഷം ഒരു ദിവസം ഗ്യാപ്പ്, 13-ാം തീയതി വീണ്ടും മീറ്റിംഗ്. അന്നാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയത്തെ പിന്നീട് ആമുഖമായി മാറിയത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങളുടെ എണ്ണം ക്യാബിനറ്റ് മിഷൻ ഫിക്സ് ചെയ്ത 389 അതിൽ 292 പേര് ഗവർണർ പ്രൊവിൻസ്, 4 പേര് ചീഫ് കമ്മീഷൻ പ്രൊവിൻസ്, 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നാണ്. പാക് വിഭജനത്തിന് ശേഷം അത് 299 പേരായിട്ട് കുറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 26 നവംബർ 1949. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 26 ജനുവരി 1950. ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി GB മാവുലങ്കാറാണ്. ഇത്രയാണ് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാനലിലെ കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്